നമസ്കാരം. വോട്ടേഴ്സ് ചോയ്സ് 2024ലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പൊതു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മുന്നണി മാറ്റവും പാർട്ടി മാറ്റവും ഒക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ മറ്റൊരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ്. കേരളത്തിലും ഈ വിഷയം വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ സ്പെഷ്യൽ അതിഥിയായി ചേരുന്നത് ശ്രീജിത്ത് പണിക്കരാണ്. ഒപ്പം കേരള കൗമുദിയുടെ മാധ്യമപ്രവർത്തകൻ കുഞ്ചു മുരളിയും. ഇരുവർക്കും സ്വാഗതം വോട്ടേഴ്സ് ചോയ്സ് 2024ലേക്ക് പ്രേക്ഷകർക്കും. ഇന്ന് കോട്ടയം ലോക്സഭാ മണ്ഡലമാണ് നമ്മൾ ചർച്ചയ്ക്ക് വയ്ക്കുന്നത്. കലങ്ങിമറിയുന്ന മീനച്ചിലാർ പോലെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇടുക്കി എന്ന് പറയാറുണ്ട്. കണ്ണുമടച്ച് UDF കോട്ടയെന്ന് പറയുമായിരുന്നു കോട്ടയത്തെക്കുറിച്ച്. പക്ഷേ ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റം അതിന് മാറ്റം വരുത്തിയിരിക്കുന്നു. പരിശോധിക്കാം കോട്ടയം ജില്ലയുടെ തിരഞ്ഞെടുപ്പ് സ്ട്രക്ചറിനെക്കുറിച്ച്, തയ്യാറെടുപ്പിനെക്കുറിച്ച്, ചർച്ചകളെക്കുറിച്ച്. ശ്രീജിത്ത് പണിക്കർ, എന്താണ് കോട്ടയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ മനസ്സിലേക്ക് എത്തുന്നത്? ആദ്യം ഇല്ല, ഈ മീനച്ചിലാറ് കലങ്ങിയതുപോലെ എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു ഈ ചക്ക കുഴയുന്നത് പോലെ കുഴഞ്ഞ രാഷ്ട്രീയമാണ് ഈ കോട്ടയത്ത് പലപ്പോഴും നമ്മൾ കാണുന്നത്. ആരാണ് മത്സരിക്കുന്നത് എന്ന് നോക്കി വോട്ട് ചെയ്താൽ ഒരുപക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാർട്ടി പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ചിഹ്നം നോക്കി വോട്ട് ചെയ്യേണ്ടുന്ന കേരളത്തിലെ ഒരുപക്ഷെ ഒരേ ഒരു മണ്ഡലം എന്ന് പറയുന്നത് കോട്ടയമായിരിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ പറയാം, തോമസ് ചാഴികാടൻ നമ്മുടെ ആളാണല്ലോ, അയ്യോ അതോ ഇനി അപ്പുറത്തെ ആളാണോ എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന രീതിയിലത്തേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ മുന്നണി മാറ്റം, പാർട്ടി മാറ്റം, ചിഹ്നം മാറ്റം എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഈ ഇലക്ട്രേറ്റിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് കോട്ടയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ചക്ക കുഴയുന്നത് പോലെ കുഴഞ്ഞ രാഷ്ട്രീയമാണ്. അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവകാശവാദങ്ങൾ നിരവധിയാണ്. ആര് ജയിക്കും എന്നുള്ളതിനേക്കാൾ ആർക്ക് സീറ്റ് വേണം, ആരാണ് മത്സരിക്കുക, ജോസഫിൻ്റെ ആളാണ് മത്സരിക്കുന്നതെങ്കിൽ അത് ഞാനായിരിക്കും, മാണിയുടെ ആളാണെങ്കിൽ ഞാനായിരിക്കും, തുടങ്ങി വളരെ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഈ നേതാക്കന്മാർക്കിടയിൽ തന്നെയുള്ള ഒരു മണ്ഡലം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം അവിടെയുണ്ട്. ഇപ്പോൾ മാണി സി കാപ്പൻ എവിടെയാണ് നിൽക്കുന്നത്? മാണി സി കാപ്പൻ ഇവിടെയാണോ അവിടെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എവിടെയായിരുന്നു എന്നത് മുതൽ ചിന്തിച്ച് വരേണ്ടത് വരുന്ന സാഹചര്യമാണ്. അപ്പോൾ ആ രീതിയിൽ അവതാരകർക്ക് പോലും വലിയ രീതിയിൽ സീരിയസ്ലി അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കോട്ടയത്തെ ഇലക്ട്രേറ്റിനെ നമിക്കണം. കാരണം ഇവർ കൃത്യമായിട്ട് ഇവർക്ക് വേണ്ടുന്ന ആൾക്കാരെ ജയിപ്പിച്ചു വിടുന്നതിൽ ആ കൺഫ്യൂഷൻ അവർക്ക് ലാസ്റ്റിൽ മാറ്റി വെക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു നേട്ടമാണ്. പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഫസ്റ്റ് ഘടകം എന്ന് പറയുന്നത് ചിഹ്നമാണ്. രണ്ടിലെ ചിഹ്നത്തിന് വേണ്ടി ആദ്യം ഒരു അടി നടന്നു, അതിനുശേഷം അത് ജോസ് കെ മാണിക്ക് ലഭിക്കുന്നു. ജോസ് കെ മാണി ഇതുവരെ ആ രണ്ടിലെ ചിഹ്നം കൊണ്ട് UDF ക്യാമ്പിൽ വിജയം നേടി ഇപ്പോൾ LDF ക്യാമ്പിലേക്ക് വരികയാണ്. ജനങ്ങൾ വീണ്ടും ഈ UDF വിശ്വാസിയാണെങ്കിൽ പോലും നേരെ പോയി രണ്ടിലെ ചിഹ്നത്തിലേക്ക് വോട്ട് ചെയ്യുകയാണ്. ഈ കൈപ്പത്തിയിൽ വോട്ട് ചെയ്യുന്ന പരമ്പരാഗത വോട്ടർമാരെ പോലെ അല്ലേ? അതും തന്നെയുമല്ല, ഇതിൽ ആരൊക്കെയാണ് സ്ഥാനാർത്ഥികളാവുക? ഈ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഈ പറയുന്നത് പോലെ അപ്പുറത്താണെങ്കിലും ഇപ്പുറത്താണെങ്കിലും ഒരു കുടുംബത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ള സ്ഥാനാർത്ഥികളെ പറ്റിയിട്ടുള്ള പേര്, ഒന്നുകിൽ അത് KM മാണിയുടെ മകനായിരിക്കണം, അല്ലെങ്കിൽ മരുമകനായിരിക്കണം, അപ്പുറത്ത് നിൽക്കുന്ന മരുമകനാണെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന മകനായിരിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ വലിയ രീതിയിലുള്ള കൺഫ്യൂഷനാണ്. അപ്പോൾ ഇത് കോട്ടയത്തിൻ്റെ ഒരു ടിപ്പിക്കൽ പൊളിറ്റിക്സായി മാറിയിട്ട് ഇപ്പോൾ കുറച്ച് കാലമായി അല്ലേ? കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ മുന്നണി മാറ്റം, പാർട്ടി മാറ്റം, ചിഹ്നം മാറ്റം, ക്ലെയിമുകൾ ഒക്കെ തന്നെ അവരുടെ തന്നെ ഒരു സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ UDFനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ നമ്മൾ നേരത്തെ പറയും, ഇപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ശ്രീധരൻ്റേത് ഒരു അബറേഷനായിരുന്നെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ LDFന് ഒരു ആവശ്യമുണ്ട് എന്ന് പറയുന്നത് പോലെ നിലവിൽ UDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ മണ്ഡലം തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം അവർ ജയിക്കുന്ന സമയത്ത് പോലും 19-1 എന്ന രീതിയിൽ നിന്നിരുന്നിടത്ത് നിന്ന് അതിപ്പോൾ വേണമെങ്കിൽ 18-2 എന്ന് പറയാവുന്ന രീതിയിലത്തേക്ക് അത് മാറിയതാണ്. ഈ കേരള കോൺഗ്രസ്സുകാർ തമ്മിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലും കോൺഗ്രസ്സുകാർക്കകത്തൊരു കോൺഗ്രസ് മത്സരമുണ്ട്. അതെങ്ങനെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അല്ല, ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഈ കേരള കോൺഗ്രസിനെ തൽക്കാലം ഒന്ന് മാറ്റിവെച്ചാൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജയിക്കണം എന്ന് പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ്. കാരണം അവർക്ക് കുറേ പോയിന്റുകൾ പ്രൂവ് ചെയ്യാറുണ്ട്. ആ പോയിന്റുകൾ പ്രൂവ് ചെയ്യുന്നത് സ്ഥാനാർത്ഥിക്കെതിരെയല്ല, പാർട്ടിക്കെതിരെയുമല്ല, ജോസ് കെ മാണിക്കെതിരെയാണ്. ജോസ് കെ മാണി മാത്രമാണ് അവിടെ നിൽക്കുന്നത്. അവിടെ കേരള കോൺഗ്രസ് എമ്മിനെ പോലും കാണുന്നില്ല. മറ്റേ പക്ഷിയെ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അതിൻ്റെ കണ്ണുകൾ മാത്രമേ കാണുന്നുള്ളൂ എന്ന് അർജുനൻ പറയുന്നതിന് സമാനമാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ കോട്ടയം മണ്ഡലം ജയിക്കുക, റീഗെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ക്യാമ്പയിൻ ചെയ്ത്, ആക്റ്റീവായിട്ട് ക്യാമ്പയിൻ ചെയ്ത ആളാണ് ചാഴികാടൻ അല്ലേ? വീണ്ടും അദ്ദേഹം തന്നെ അവിടെ ഉള്ളപ്പോൾ ഇവിടെ നിന്ന് ഒരു സീസൺഡ് ആയിട്ടുള്ള ഒരാളിനെ ഇറക്കിയിട്ട് ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. ഒരു പക്ഷേ അതിനവർക്ക് സാധിക്കും
എന്നുമാണ് ഞാൻ അതിൽ വേറൊരു കാര്യം കൂടെ, ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ജോസ് കെ മാണി വരുന്നുണ്ടെങ്കിൽ കൂടിയും കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ അതൊരു ഭീഷണിയായി മാറുന്നു എന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ അത് സാധാരണക്കാർ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ഇലച്ചിഹ്നം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അവിടെ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്നൊരു വിഷയം എന്ന് പറയുന്നത് റബ്ബർ കർഷകരുടെ വിഷയമാണ്. ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ പോലും അത് കൃത്യമായി പരിഗണിച്ചത് പോലും ഒരു സർക്കാരിൻ്റെ ഒരു തന്ത്രം കൂടിയാണ്. അത്തരത്തിൽ നോക്കുമ്പോഴത്തേക്ക് അത് സാധാരണക്കാരായി ഈ റബ്ബർ കർഷകരുടെ പരിഗണന വരുമ്പോഴത്തേക്ക് ഈ ഒരു ഇലക്ഷൻ എന്ന് പറയുന്ന ആ ഒരു മാനദണ്ഡത്തിലേക്ക് പോകുമ്പോൾ അതൊരു വോട്ടാക്കി മാറ്റാൻ കോൺഗ്രസിന് സാധിക്കില്ലേ? തീർച്ചയായും. അല്ല, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള എല്ലാ വിഷയങ്ങൾക്കപ്പുറത്തേക്ക് ഈ ഇലക്ട്രൽ വിഷയമായിട്ട് പരിഗണിക്കാവുന്ന എല്ലാ വിഷയങ്ങളുടെ അപ്പുറത്തേക്കും പ്രാദേശിക വിഷയങ്ങളുടെ അപ്പുറത്തേക്കും ഒരുപക്ഷെ പ്രാധാന്യം കിട്ടിയിരിക്കുന്നത് ഈ പാർട്ടിയും മുന്നണിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു വോട്ടിംഗ് പാറ്റേണിൽ തന്നെ നമുക്കത് കാണാം. മാണി സി കാപ്പനെ അവർ ജയിപ്പിക്കുകയും വീണ്ടും ഇപ്പുറത്ത് വരുന്ന സമയത്ത് ജയിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു പൊളിറ്റിക്സ് അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ റബ്ബർ കർഷകരുടെ വിഷയമെന്ന് പറയുന്നത് ഒരുപക്ഷെ ആ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന വിഷയമാണ്. കാരണം അത് എങ്ങനെയാണ് ആ മണ്ഡലത്തിൻ്റെ കൺസ്ട്രക്റ്റ്, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി എന്താണ് എന്നുള്ളത് നമുക്കറിയാം. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ നിന്നുള്ള ആൾക്കാരുടെ പ്രസ്താവനകൾ പോലും നമ്മൾ കണ്ടതാണ്. ചില സഭകളുടെ ആൾക്കാർ തന്നെ പറഞ്ഞതാണ് റബ്ബറിന് 300 രൂപയാക്കുമെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യും എന്ന് പറഞ്ഞിരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് 280 ആക്കാനുള്ള ഒരു ശ്രമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരും ഇതൊക്കെ പറയുമ്പോൾ ഈ പ്രോമിസ് കൊടുത്തിരിക്കുന്നത് എത്രത്തോളം ജെനുവിനാണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം ഇത് ഇന്നോ ഇന്നലെയോ കൊടുത്ത പ്രോമിസ് അല്ല, വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തിരിക്കുന്ന പ്രോമിസാണ്. അപ്പോൾ അത് നിങ്ങൾ ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു ആദ്യ പടി പോലും വെക്കുന്നത് ഇലക്ഷന് മുമ്പാണ് എന്ന് പറയുമ്പോൾ ഇലക്ട്രേറ്റിനെ കജോളി ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. അതായത് കുറേയധികം വിഷയങ്ങളുണ്ട്, പക്ഷേ ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് ഈ വിഷയത്തിലും എന്ന് പറഞ്ഞു കാണിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ്. ഇത് സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളൊരു വിഷയമാണ്. കാരണം അത് ഈ തീരദേശ മേഖല പോലെ തന്നെ വരുന്ന ഒരു വിഷയമാണ് റബ്ബർ കർഷകർ എന്ന് പറയുന്നത്. വളരെ വലിയതായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് കൃത്യമായി വോട്ടർമാർ ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും ചെയ്യുമെന്നാണ് നിലവിൽ ഈ കോട്ടയത്തെ രാഷ്ട്രീയം വ്യക്തമാക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ എടുത്ത തീരുമാനം പോലും അത് മുമ്പ് കേന്ദ്ര ബഡ്ജറ്റിലായാലും ഇപ്പോൾ വന്ന സംസ്ഥാന ബഡ്ജറ്റിലായാലും അത് കൃത്യമായ ഒരു ഫോളോ അപ്പ് വോട്ടേഴ്സ് കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ്. അല്ല, അത് ചെയ്യണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ നോക്കൂ, ഈ പെർമനന്റ് ശത്രുക്കളും ബന്ധുക്കളും ഒന്നും ഈ രാഷ്ട്രീയത്തിലില്ല. അപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിലും കലങ്ങി മറിയാം. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നിരുന്നിടത്ത് നിന്ന് അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഓരോരുത്തരും മുന്നണി മാറിയൊക്കെ നിൽക്കുകയാണ്. ഞാൻ പറയുന്നത് ആൾക്കാർ നമ്മൾ ഈ പറയുന്ന മീനച്ചിലാറ് ഈ കലങ്ങിയത് പോലെയോ ചക്ക കുഴയുന്നത് പോലെയോ ഒക്കെ പോകുന്നതിൽ നിന്ന് നെല്ലും പതിരും ഒക്കെ വേർതിരിച്ചെടുക്കാനുള്ള ഒരു ആത്മാർത്ഥത വോട്ടർ ബേസ് കാണിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കുന്നത് ആരാണ്? ഈ മുന്നണി മാറ്റവും മറ്റു കാര്യങ്ങളൊക്കെ പൊളിറ്റിക്കലായിട്ട് അവിടെ പോട്ടെ, പക്ഷേ നിങ്ങളുടെ കോറായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ആൾക്കാർ ആരായെങ്കിലും ആ പൊളിറ്റിക്സിനൊപ്പം പോവുക എന്നുള്ളതാണ്. കേരള കോൺഗ്രസിൻ്റെ പൊളിറ്റിക്സ് അതാണ്. കേരള കോൺഗ്രസിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ മലയോര മേഖലയിലുള്ള ആൾക്കാർ കർഷകരുടെ പ്രശ്നങ്ങൾ അതിനു വേണ്ടിയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ജനറലായിട്ടുള്ള പൊളിറ്റിക്സിനൊപ്പം പോകാനാണെങ്കിൽ കോൺഗ്രസ് മതിയായിരുന്നു. കേരള കോൺഗ്രസ് നിങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ്. ആ നിങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രശ്നത്തിന് പോകാതെ പകരം നിങ്ങൾ അതിലെ പ്രശ്നങ്ങളുടെ പിന്നാലെ പോകുന്ന രീതിയിലത്തേക്ക് ഈ ഇലക്ട്രേറ്റിനെ തന്നെ തള്ളിവിടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞത് അതിനൊരു മറുപടി കൊടുക്കേണ്ടത് അവിടുത്തെ ഇലക്ട്രേറ്റാണ്. നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾക്കിപ്പോൾ 250 രൂപ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു താങ്ങുവില തരികയാണ് എങ്കിൽ അത് കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യും. കാരണം നിങ്ങൾക്ക് ഇനി അതിന് മുകളിലേക്കേ പോകാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം അതാണോ അതോ പാർട്ടി മാറുന്നതാണോ എന്നുള്ളതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ രീതിയിലാണ് ചിന്തിക്കേണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇതൊക്കെ പറയുമെങ്കിലും പലപ്പോഴും ഇതിനൊക്കെ അപ്പുറത്തേക്ക് മാണിസാറിൻ്റെ മോനല്ലേ, മാണിസാറിൻ്റെ മരുമോനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പോകുമോ എന്നുള്ളത്. മാണി പ്രഭാവം കഴിഞ്ഞ തവണ വലിയ രീതിയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഉമ്മൻചാണ്ടി തരംഗം എന്ന് പറയുന്ന പോലെ കഴിഞ്ഞ തവണത്തെ ഇലക്ഷനും മാണി പ്രഭാവം ഉണ്ടായിരുന്നു. ആ മാണി പ്രഭാവം ഇത്തവണത്തെ വോട്ടിലേക്ക് വരുമ്പോൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് എങ്ങനെ അത് മുന്നണിക്ക് ഈ ജോസ് കെ മാണിക്ക് ഉൾപ്പെടെ അത് സ്വീകാര്യമാകുമോ, അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ അവിടെയുള്ള ജനങ്ങൾ ഇപ്പോഴും തയ്യാറാകുമോ എന്നുള്ളതാണ്. അല്ല, ഈ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത് മാണിയല്ല ജോസ് കെ മാണി എന്നുള്ളത്. മാണിയല്ല, ഇന്ദിരാഗാന്ധി അല്ല രാഹുൽ ഗാന്ധി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ മാണിയല്ല ജോസ് കെ മാണി, ഉമ്മൻചാണ്ടി അല്ല ചാണ്ടി ഉമ്മൻ എന്നുള്ളത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യം പരിമിത കാലത്തേക്ക് കിട്ടുമായിരിക്കും, പക്ഷേ അത് ദീർഘകാലത്തേക്ക് നമ്മളതിനെ ക്യാഷ് ഓൺ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. അപ്പം എങ്ങനെയാണ് കെ എം മാണി ആയത് എന്നതുപോലെ തന്നെ ജോസ് കെ മാണി ആകേണ്ടത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ സ്ഥിരത കൊണ്ടാണ്. അപ്പോൾ എല്ലായ്പ്പോഴും ആ ഒരു ലെഗസി എനിക്ക് കിട്ടും, ആ ലെഗസിയുടെ പേരിൽ ഞാൻ എന്ത് ചെയ്താലും അത് ഇവിടെയുള്ള ആൾക്കാർ എന്ന രീതിയിലുള്ള ചിന്ത നല്ലതല്ല. അത് നല്ലതല്ല എന്ന് ഇലക്ട്രേറ്റ് ഓൾറെഡി തെളിയിച്ചതുമാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വളരെ ക്ലീൻ സ്വീപ്പാണ് കഴിഞ്ഞ തവണ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ LDFന് കിട്ടിയത്. 140-ൽ 99 സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് നിയമസഭയിലേക്ക് വളരെ ക്ലീൻ സ്വീപ്പാണ്. പക്ഷേ ആ സ്വീപ്പിനിടയ്ക്കും ജോസ് കെ മാണിക്ക് ജയിക്കാൻ സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർക്കറിയാം
നോക്കൂ ആരെ ജയിപ്പിക്കണം. കെ മാണി എന്താണ്, ജോസ് കെ മാണി എന്താണ് എന്നുള്ളത് അവർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പരിമിതമായിട്ടുള്ള ഒരു ആനുകൂല്യം നിങ്ങൾക്കൊരു ലോങ് റോപ്പായിട്ട് കിട്ടുക എന്ന് പറയുന്നത് ശരിയാണെന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല. മറ്റൊരു വലിയ ആയിരുന്നു ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ആ ഒരു വോട്ട് ബേസ്, ഉമ്മൻചാണ്ടിയുടെ വോട്ട് ബേസ് ഇപ്പോഴും ഇതിൽ തന്നെ ഉറച്ചു നിൽക്കും. ഇടയ്ക്ക് ചർച്ച വന്നിരുന്നു, അച്ചു ഉമ്മനെ മത്സരിപ്പിക്കണം, അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് വേറൊരു വിഷയം. എങ്കിൽ പോലും കോൺഗ്രസ് നേരത്തെ പറഞ്ഞ പോലെ അതിയായി ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിന് ഉമ്മൻചാണ്ടി ഫാക്ടർ ഒരു ഘടകമാകുമോ? അല്ല, അത് തീർച്ചയായിട്ടും. കാരണം അത് നമ്മൾ ഈ പറയുന്ന ഒരു റീസൻസി ഇഫക്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അത് അവിടെ നിൽക്കുകയാണ്. ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിയോടുള്ള ഒരു സ്നേഹം എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ അച്ചൂമ്മൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ ചാണ്ടി ഉമ്മന് കിട്ടിയതുപോലെ തന്നെയുള്ള ഒരു മാൻഡേറ്റ് ആദ്യത്തെ തവണ അവിടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ തവണ മത്സരിക്കുന്ന സമയത്ത് ഇവർ അച്ചൂമ്മനും ചാണ്ടി ഉമ്മനുമാണ്. ഒന്നാമത്തെ തവണ മത്സരിക്കുന്ന സമയത്ത് അത് ഉമ്മൻചാണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വ്യത്യാസം അവിടെയുണ്ട്. ആ ഒരു പരിഗണന ഒരു പക്ഷേ ഇലക്ടറേറ്റ് അവിടെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം മുന്നണി സമവാക്യങ്ങൾ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് പകരം തിരുവനന്തപുരം സീറ്റ് കേരള കോൺഗ്രസ് ജോസഫിന് കൊടുക്കാം എന്നൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള മണ്ഡലത്തിൽ അവർക്ക് കൊടുക്കുക എന്നുള്ള ഒരു കാര്യമാണ്. പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ സ്വീകാര്യനായിട്ടുള്ള വ്യക്തി ആരാണ്? ഇവരെ ആരെയും കുറച്ച് കാണുകയല്ല, പക്ഷേ നേരെ മറിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇലക്ടറേറ്റിലേക്ക് ഒരു മുന്നണിയുടെ തീരുമാനം വരുന്നതിന് മുമ്പേക്ക് വന്നാൽ ഇത് നമ്മൾ സൂചിപ്പിക്കുന്ന നേരത്തെ പറയുന്ന പോലെയുള്ള ആശങ്കകളാണ്. ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ടുന്ന ആവശ്യം അവർക്കില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം ഫ്രാൻസിസ് ജോർജ് ആണെങ്കിൽ ഫ്രാൻസിസ് ജോർജ് ആണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ പ്രഖ്യാപിക്കുക, അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അതിനൊരു പക്ഷേ ഈ UDF പാഠമാക്കേണ്ടത് LDFനെയാണ്. ഈ മേഖലയുടെ വിഷയം അതിലേക്ക് LDFിലെ വിഷയങ്ങൾ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ വിഷയങ്ങൾ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെയായിരിക്കും അവിടുത്തെ ജനങ്ങൾ? കാരണം ഇപ്പോൾ നമ്മൾ നേരത്തെ ഇടുക്കിയുടെ വിഷയം പറഞ്ഞതുപോലെ തന്നെ കോട്ടയത്തേക്ക് വരുമ്പോൾ LDFിൻ്റെ നയസമീപനങ്ങൾ, അവരുടെ ഈ പോളിസി മേക്കിംഗ്, ഈ റബ്ബറിൻ്റെ വില പോലും, അതുപോലെ തന്നെ മറ്റു വിഷയങ്ങൾ അവർ ഏത് രീതിയിലായിരിക്കും കാണുക? ഇപ്പോൾ ഈ തോട്ടം മേഖല എന്ന് പറയുന്നത് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതുപോലെ തന്നെ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ക്രോപ്പാണ് ഒരു കാർഷിക വിള എന്ന രീതിയിലത്തേക്ക് റബ്ബറിന് വലിയ പ്രാധാന്യം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ്. അതെ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രാധാന്യം അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ നമ്മളിവിടെ ഒരു അൺടച്ചബിലിറ്റി പലപ്പോഴും BJPയെ പറ്റി പറയാറുണ്ടല്ലോ. ആ BJPക്ക് ഉണ്ട് എന്ന് പറയുന്ന ഒരു അൺടച്ചബിലിറ്റി പോലും ഞങ്ങൾക്ക് പ്രശ്നമല്ല. അത് മറികടന്നുകൊണ്ട് ഇവിടെ കേരളത്തിൽ നിന്ന് BJPയുടെ MP ഉണ്ടാകും എന്ന് ഒരു വൈദികൻ, അതും വെറും വൈദികനല്ല, സഭയുടെ തന്നെ പ്രധാനപ്പെട്ട ഒരാൾ പറയേണ്ടുന്ന രീതിയിലത്തേക്ക് വരുന്നതിൻ്റെ കാരണം തന്നെ ഈ കോർ ഇഷ്യൂവിനെ ആര് അഡ്രസ്സ് ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങളുടെ കോർ ഇഷ്യൂ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, ആ ഇഷ്യൂ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുക, അതിനനുസരിച്ചിട്ടൊരു പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനം എടുക്കാനായിട്ട് നിങ്ങൾ ഈ രാഷ്ട്രീയക്കാരെ സമ്മർദ്ദത്തിലാക്കുക. ഇത് ചെയ്യാനായിട്ട് ഇവർക്ക് കഴിയുന്നുണ്ടോ? ഞാൻ പറയുന്നത് ഇപ്പം 300 റുപ്പീസ് എന്ന് പറഞ്ഞിട്ട് പാമ്പ്ലാനി പിതാവോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ അതിന് ശേഷം അതിനൊരു ഫോളോ അപ്പ് BJPയുടെ ഭാഗത്ത് എവിടെ നിന്നാ അത് വന്നേ? അങ്ങനെ ഒരു സംഭവം നമ്മൾ കാണുന്നില്ല. ഇതിനെ ഇങ്ങനെ എയറിൽ വെച്ചുകൊണ്ട് അതിൻ്റെ പുറത്ത് കുറേയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു എന്നതിനപ്പുറത്തേക്ക് സോളിഡ് ആയിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല. ഞാൻ പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ലേ. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ് എങ്കിൽ 300 രൂപ എന്ന രീതിയിലത്തേക്ക് ഒരു പ്രഖ്യാപനം വന്നാൽ ആ പ്രഖ്യാപനം നടപ്പാക്കാൻ ഇവർ ബാധ്യസ്ഥരാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതാണ് പ്രശ്നമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ അതിലേക്ക് വോട്ട് ചെയ്യും. BJP കാര്യം കൂടെ പറഞ്ഞുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും പത്തനംതിട്ട എന്ന് പറയുന്നത് BJPയുടെ ഒരു A ക്ലാസ് മണ്ഡലമായി മാറിക്കഴിഞ്ഞു. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും അവിടെ ഈ PC ജോർജ് അവകാശവാദം ഉന്നയിച്ചതുപോലെ PC ജോർജിനെ പരിഗണിച്ചില്ല, ഷോൺ ജോർജിനാണ് പരിഗണിക്കുന്നതെങ്കിൽ മകനായതുകൊണ്ട് PC ജോർജിന് വേറെ മറുത്ത് പറയാൻ കഴിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോട്ടയത്തേക്ക് PC ജോർജ് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഫാദർ പറഞ്ഞതുപോലെ നിലവിലൊരു BJP മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ട്. അല്ലെ, PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ശക്തി കാണിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളുണ്ട്. ഇപ്പം നമുക്കറിയാം PC തോമസ് എങ്ങനെയാണ് അവിടെ കാണിച്ചത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത് വളരെ സട്ടിലായിട്ട് പ്രവർത്തിക്കുന്ന രീതിയിലുള്ള, അതായത് ചിട്ടയായ രാഷ്ട്രീയ പ്രവർത്തനം കാണിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇദ്ദേഹം കുറച്ചുകൂടി ഔട്ട്സ്പോക്കൺ ആണ്. അദ്ദേഹം ചില കമ്മ്യൂണിറ്റികൾക്കെതിരെയുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലോയൽറ്റി എവിടെയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഇടത് വലത് മുന്നണികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരു തവണ അസംബ്ലിയിൽ ഇരുന്നയാളാണ്. പിന്നെ ഏതാണ്ട് മൊത്തത്തിൽ 35 വർഷത്തോളം അവിടെ പൂഞ്ഞാറിൽ നിന്ന് ജനപ്രതിനിധിയായ ആളാണ്. അപ്പോൾ അങ്ങനെ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എന്താണ് എന്നുള്ളതിനെ പറ്റിയും എന്ത് രാഷ്ട്രീയത്തിൽ കളിക്കണം, എങ്ങനെയാണ് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്നതിനെപ്പറ്റി അറിയാം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ BJPക്ക് ഒരുപക്ഷെ മറ്റേതെങ്കിലും ഒരു സ്ഥാനാർത്ഥി അവിടെ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് BJPക്ക് സാധിക്കും. അദ്ദേഹം വോട്ട് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ BJPക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അല്ല, കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും പത്തനംതിട്ടയിൽ വേണമെങ്കിൽ നല്ലൊരു ഫൈറ്റ് കൊടുക്കാം. പക്ഷേ കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം വോട്ട് ഓർഗാനിക്കായിട്ട് കൂട്ടാൻ പറ്റും എന്നുള്ളത്, അത് ഓർഗാനിക് തന്നെ ആവണമെന്നില്ല, കാരണം സ്ഥാനാർത്ഥി ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലത്തേക്ക് വർദ്ധിപ്പിക്കാമെന്നല്ലാതെ ഇപ്പം കോട്ടയത്തെ BJPയുടെ അധ്യക്ഷൻ
ജില്ലാ തലത്തിലുള്ള ആൾ അവിടെ നിൽക്കുകയാണ് എങ്കിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള വോട്ട് ഒരുപക്ഷെ ശക്തമായിട്ട് തന്നെ വർദ്ധിപ്പിക്കാനായിട്ട് മറ്റൊരാൾക്ക് സാധിച്ചേക്കാം. പക്ഷേ അത് വിന്നബിൾ ആണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു 3-way ടൈയിലേക്ക് പോകുമെന്ന് വെച്ചാൽ അങ്ങനെ തീർച്ചയായും ഈ ഫാദർ പറഞ്ഞതുപോലെ ആണെന്നുണ്ടെങ്കിൽ സാമുദായിക വോട്ടുകൾ വിഘടിച്ച് പോയില്ല എങ്കിൽ ഒരു പക്ഷേ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ചോദ്യത്തിൻ്റെ ഉദ്ദേശം. അല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിനെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം ഒരു പിതാവ് അവിടെ നിന്ന് പറയുന്നു, ആ പിതാവ് പറയുന്നത് BJP-യുടെ സ്റ്റേറ്റ്മെൻ്റ് അല്ലല്ലോ. അതെ, BJP ഇത് ചെയ്താൽ വേണമെങ്കിൽ ഇവിടെ നിന്ന് MP ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതിനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നാണ്. അതിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ BJP ഒന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല. ക്യാപിറ്റലൈസേഷൻ ആണ് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്പ്. പൊളിറ്റിക്സിൽ ജയം തന്നെ വേണം, റെപ്രസെന്റേഷൻ വേണം. തീർച്ചയായും അതിന് നമ്മളുടെ BJP കേന്ദ്ര നേതൃത്വത്തെയും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തെയും നമ്മൾ 2 തട്ടിൽ നിർത്തേണ്ടി വരുന്നത് അവിടെയാണ്. BJP കേന്ദ്ര നേതൃത്വം കൃത്യമായി പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നു, വീക്ക്നെസ് ഐഡന്റിഫൈ ചെയ്യുന്നു, അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നടപടികളിലേക്ക് പോകുന്നു, ആക്ഷനിലേക്ക് പോവുകയാണ്. അവരുടെ പ്ലാൻ കൃത്യമായി അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഈ ഒരു ആക്ഷൻ പ്ലാൻ എത്തുന്നില്ല? ഈ ഒരു നിർദ്ദേശം എത്താത്തത് കൊണ്ടാണോ, അതോ ഇവരൊക്കെ മണ്ടന്മാരാണോ? അല്ല, ഇത് നോക്കൂ, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഇന്നോ ഇന്നലെയോ ആണ് ഈ പിതാവിൻ്റെ പ്രസ്താവന വരുന്നത് എങ്കിൽ അതെ, ഇത് ഉണ്ടാക്കുന്ന ഒരു ഇംപ്രഷൻ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഇലക്ഷന് ഒരാഴ്ച മുമ്പ് പറയുന്നത്, അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഒരു ബെനിഫിറ്റ് ഓഫ് ദ ഡൗട്ട് BJP-ക്ക് കൊടുക്കാം. ഒരാഴ്ചയേ ഉള്ളൂ, ചിലപ്പോൾ ഇവരിത് ചെയ്തേക്കാം, ചിലപ്പോൾ ഈ പിതാവ് ഇവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാകാം, ഇവർ കൊടുത്ത ഓഫർ ആയിരിക്കാം എന്നൊക്കെ വെച്ച് വേണമെങ്കിൽ കുറേ അധികം ആൾക്കാർ വോട്ട് ചെയ്യും. ഞാൻ പറഞ്ഞു, ഇത് ഇദ്ദേഹം പറഞ്ഞിട്ട് മാസങ്ങളായി. അപ്പോൾ ഇതിൻ്റെ പുറത്ത് എന്തെങ്കിലും ഒരു ഫോളോ അപ്പ് പദ്ധതി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് അവതരിപ്പിക്കാനുള്ള സമയം കഴിഞ്ഞു. BJP-യെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് കേന്ദ്രത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഫോക്കസ് ഉണ്ട്, അവർക്ക് അജണ്ടയുണ്ട്, സ്റ്റേറ്റ് വൈസ് പ്ലാനുണ്ട്. പക്ഷേ പലപ്പോഴും കേരളം, നമ്മളിവിടെ A ക്ലാസ് മണ്ഡലം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ പല മണ്ഡലങ്ങളും അവരുടെ പദ്ധതിയിലേക്ക് വന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. നിലവിൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്ന കേരളത്തിലെ ഒരേ ഒരു മണ്ഡലം തൃശ്ശൂരാണ്. അതെ, തിരുവനന്തപുരം പോലും അല്ല. തൃശ്ശൂർ പോലും ഈ സംസ്ഥാന നേതൃത്വത്തിന്റെ കഴിവുകൊണ്ടാണോ എന്ന് എനിക്ക് അല്ല, ഞാൻ പറഞ്ഞത് കേന്ദ്രത്തിന്റെ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിനെയും ഒരു പൊളിറ്റിക്കലായിട്ടുള്ള രീതിയിൽ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നടൻ ശ്രീ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി എത്തുന്നത്, അവിടെ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നത്, മറ്റൊരു പൊതുപരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നത്, ഭാരത് അരി അവിടെ വരുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ചിട്ടയായിട്ട് ഇപ്പം നമ്മുടെ കരുവന്നൂർ ബാങ്ക് പോലെയുള്ള വിഷയങ്ങളിലേക്ക് എങ്ങനെയാണ് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഒരു നിയമം കൊണ്ടുവരിക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മണ്ഡലം ഓറിയൻറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫോക്കസ് മറ്റു പല സ്ഥലങ്ങളിലേക്ക് വരുന്നില്ല. ഞാൻ പറഞ്ഞത് ഈ ഫോക്കസ് സ്റ്റേറ്റിൻ്റേതാണെന്ന് സ്റ്റേറ്റിന് അവകാശപ്പെടാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ സമാനമായിട്ടുള്ള വിഷയങ്ങൾ മറ്റു പല സ്ഥലങ്ങളിലുണ്ട്, അത് ക്യാപിറ്റലൈസ് ചെയ്യുന്നില്ല. ഇപ്പോൾ കേന്ദ്രത്തിൽ ഇപ്പോൾ ക്രിസ്മസ് വരുന്ന സമയത്ത് പ്രധാനമന്ത്രി ആൾക്കാരെ വിളിക്കുന്നു, ആൾക്കാരെ വിളിച്ചതിന് ശേഷം അവർക്ക് വിരുന്ന് കൊടുക്കുന്നു, ചർച്ച ചെയ്യുന്നു. നേരെ മറിച്ച് കേരളത്തിലെ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനെ കാണാനായിട്ട് ആർക്കും സാധിക്കുന്നില്ല. അത് BJP-യുടെ ഒരു സെൻട്രൽ പ്ലാനാണ്, പക്ഷേ അത് സ്റ്റേറ്റ് പ്ലാനിൻ്റെ ഭാഗമായിട്ട് വരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ ആ ഇടപെടൽ വളരെ വലിയ രീതിയിൽ മാറിയിട്ടില്ലേ? കേരളത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്ന തരത്തിലേക്ക് എല്ലാവരും ഇപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലേക്ക് നോക്കുകയാണെങ്കിലും അത് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ കൊണ്ടുവന്നിട്ട് വരുന്ന രീതിയിലേക്ക് BJP മാറിയിട്ടില്ലേ? അങ്ങനെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാനില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോഴും കേരളത്തിനെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കേരളത്തിൻ്റെ വിഷയങ്ങളെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രഖ്യാപനവും നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഓരോ ജില്ല വൈസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ തീരദേശത്തുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളുണ്ട്, ഇവിടെ കടലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, മൊത്തത്തിൽ തീരദേശത്തുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇടുക്കിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങൾ, പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, എറണാകുളത്ത് പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ ഞങ്ങളുടെ സൊല്യൂഷൻ ഇതാണ് എന്ന രീതിയിലത്തേക്ക് ഈ പ്രകടന പത്രികകളിൽ പോലും വെക്കാറില്ല. അതെ, ഞാൻ പറഞ്ഞത് പ്രകടന പത്രികകൾ പോലും ദേശീയ പദ്ധതികളുമായിട്ട് അലൈൻഡാണ്. ആ രീതിയിലത്തേക്ക് സംസ്ഥാനത്തെ ആൾക്കാരോട് നിങ്ങൾ ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറയാൻ ഇവർ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് പ്രധാനമന്ത്രി തന്നെ വന്നിട്ട് പറയുന്നത് എന്താണ്? മോദിയുടെ ഗ്യാരണ്ടി എന്നാണ്. അതെ, തീർച്ചയായും. അതിലും ഈ പ്രാദേശിക നേതാക്കൾ ഇടപെടൽ കൃത്യമായ ഇടവേളകളിലോ അല്ലെങ്കിൽ കൃത്യമായ സാഹചര്യങ്ങളിലോ നടത്താത്തത് കൊണ്ടുകൂടെ ആയിക്കൂടെ അതിനെ, അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ് ഇപ്പോൾ സാർ പറഞ്ഞ പോലെ ഒരു ഫോളോ അപ്പ് എന്ന് പറയുന്ന രീതിയിലേക്ക് വരുമ്പോൾ അതിനെ കൃത്യമായി പ്രാദേശിക നേതാക്കളോട് ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാകില്ലേ? ഈ പ്രാദേശികം എന്ന് പറയുമ്പോൾ കേരളത്തിലെ BJP-യെ KJP എന്ന് സോഷ്യൽ മീഡിയയിൽ വിളിക്കുന്ന ആൾക്കാരാരാ? CPM-കാരോ കോൺഗ്രസ്സുകാരോ അല്ല, അത് BJP-ക്കാർ തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് കേരളത്തിലെ ലീഡർഷിപ്പോ സംവിധാനമോ പ്രവർത്തിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം തന്നെ അവിടെ ഫോക്കസ് ഉണ്ട്. ഞാൻ പറയുന്നത് വെച്ചപ്പോൾ ഇവർക്ക് ഈ പ്രഭാരി പോലത്തെ കുറേ ചുമതലകളുണ്ട്. ഇപ്പോൾ പ്രകാശ് ജാവദേക്കറാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്. അദ്ദേഹത്തിന് സംഘടനാ തലത്തിൽ വളരെ വലിയ എക്സ്പീരിയൻസ് ഉണ്ട്, അദ്ദേഹം മന്ത്രിയായിരുന്നയാളാണ്, അദ്ദേഹത്തിന് ഇത് അറിയാത്തതല്ല. ഇവരൊക്കെ തന്നെ ഇങ്ങനെ സമൂഹത്തിലുള്ള പല ആൾക്കാരുമായിട്ട് വളരെ ഇൻഫോർമലായിട്ടുള്ള മീറ്റിങ്ങുകൾ നടത്താറുണ്ട്,
ഒപ്പീനിയൻസ് എടുക്കാറുണ്ട്, ഇതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരുന്ന സമയത്ത് ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു വിമർശനമുണ്ട്. കേരളത്തിലെ BJP നേതാക്കൾ പല ആൾക്കാരും ചെയ്യുന്നത് TV വെച്ച് നോക്കുക, TV വെക്കുമ്പോൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വിഷയം എന്താണെന്ന് നോക്കുന്നു, പത്രക്കാരെ വിളിക്കുന്നു, അതിൻ്റെ ഒരു പ്രതികരണം നടത്തുന്നു, വീട്ടിൽ തിരിച്ച് കയറുന്നു എന്നതിനപ്പുറത്തേക്ക് ഗ്രൗണ്ടിലൊരു പ്രശ്നം കാണുന്നില്ല. ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ PSC വിഷയം ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെ മുഴുവൻ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു വിഷയമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്. ഏതോ ഒന്നോ രണ്ടോ സൈക്കിളിൻ്റെ ടയർ കൊണ്ടുവന്ന് റോഡിൽ വെച്ച് കത്തിച്ചിട്ട് പോയി എന്നതിനപ്പുറത്തേക്ക് ആക്റ്റീവായിട്ടുള്ള ഒരു പ്രതിഷേധം നമ്മൾ കണ്ടില്ല. അപ്പോൾ കേരയിൽ വിഷയത്തിലാണെങ്കിൽ ഉൾപ്പെടെ ഇവർക്ക് നയരൂപീകരണത്തിൽ ഒരു വലിയൊരു പങ്കുണ്ട്. അപ്പോൾ ആ സമയത്ത് അതിനെ കോൺഗ്രസ് ക്യാപിറ്റലൈസ് ചെയ്തു, അല്ലെങ്കിൽ ആ സ്ത്രീകൾ പ്രതിഷേധത്തിന് പോയപ്പോൾ അവരുടെ പിന്നിലേക്ക് കോൺഗ്രസ് അണിനിരന്നു. ഞാൻ പറയുന്നത് ഇവിടെയുള്ള ജനകീയമായിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെടാനായിട്ടും അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞാൽ, അങ്ങനെ പറയാൻ ഇവർക്ക് കഴിഞ്ഞാൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയേണ്ടുന്ന ആവശ്യം പോലുമില്ല. അതിവിടെ കാണുന്നില്ല. അപ്പോൾ നിലവിൽ ഈ സാമുദായിക വോട്ടുകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ BJP ഇപ്പോൾ ഒരു ശക്തിയായി മാറുന്നുണ്ട്. പല സ്ഥലങ്ങളിലും അതൊരു ചർച്ചയായി പോലും മാറുന്നുണ്ട്. അത്തരത്തിൽ ചിന്തിച്ചാൽ പോലും ഒരു മൂവ്മെൻ്റ് എന്നുള്ള രീതിയിൽ പോലും ഉണ്ടാക്കാനായിട്ട് കോട്ടയത്ത് BJPക്ക് സാധിക്കില്ല എന്നാണോ കരുതുന്നത്? ഇല്ല, ആ രീതിയിലത്തേക്ക് ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. അതിന് കാരണങ്ങൾ തന്നെ ഒന്ന് കോട്ടയത്തിൻ്റെ പൊളിറ്റിക്സാണ്. കോട്ടയത്തിൻ്റെ പൊളിറ്റിക്സിൽ നിലവിൽ BJP ഇല്ല. കോട്ടയത്തിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ കുറേയധികം പടലപ്പിണക്കങ്ങളുടെ പൊളിറ്റിക്സ്, ഇതിലാരാണ് മേധാവിത്വം എന്ന് കാണിക്കുന്നതിൻ്റെ പൊളിറ്റിക്സ്. എനിക്ക് തോന്നുന്നത് അവിടെയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ഒരു രസവുമാണ്. അല്ല, അതാണ് ഞാൻ പറയാം, ഈ മുട്ടനാടുകൾ തമ്മിലടിക്കുമ്പോഴത്തേക്ക് കുറുക്കനാണ് അതിൻ്റെ ഫലം കിട്ടുക എന്ന് പറയുന്ന പോലെ ഈ കേരള കോൺഗ്രസിന് അകത്ത് തന്നെ അടി നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ PJ ജോസഫ് ആയാലും മോൻസ് ജോസഫ് വിഭാഗമായാലും ഈ രണ്ട് വിഭാഗം തമ്മിലുള്ള അടി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വോട്ട് വിഘടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് BJPക്ക് കരുത്താവുമോ CPMന് കരുത്താവുമോ? അല്ല, അവിടെ ഒരു പ്രശ്നം, ഇലക്ഷൻ വരുന്ന സമയത്ത് പഴയ K. കരുണാകരൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ഈ വേദിയിലിരുന്നിട്ട് നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ആ ഒരു നെസസിറ്റി അവിടെ UDF ഉണ്ടെന്നാണ്. കാരണം ഈ നിങ്ങൾക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് നഷ്ടപ്പെട്ട്, കോട്ടയം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്നും നേടിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ചിരിക്കുന്ന ജോസ് കെ മാണിയെ ഇലക്ഷന് ശേഷം കാണാനായിട്ട് UDF ഒരു നേതാവും കേരള കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും കോൺഗ്രസിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിലും അങ്ങനെ അവരത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഡിഫറൻസ് ആ ഒരു ഇലക്ഷൻ്റെ സമയത്തേക്ക് ഇവർ മറക്കാനുള്ള സാധ്യതയും ഇവരെ ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യതയും, പ്രത്യേകിച്ച് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി ഫാക്ടറൊക്കെ തന്നെ ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണ്. അങ്ങനെ കോട്ടയം ജില്ലയിൽ മത്സരിക്കുന്ന മുന്നണികൾക്കുള്ളിലും ഒപ്പം തന്നെ മണ്ഡലത്തിലും ഒട്ടേറെ വിഷയങ്ങളുണ്ട്. അവയെല്ലാം തന്നെ കലങ്ങിമറിഞ്ഞ മീനച്ചിലാർ പോലെ, അല്ലെങ്കിൽ ചക്ക കുഴഞ്ഞു പോലെയുള്ള അവസ്ഥയിലാണ്. കാത്തിരുന്ന് കാണേണ്ടതാണ് ഇത് വിധിയെഴുത്തിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന്. ഇനി ചർച്ചയിൽ പങ്കെടുത്ത ശ്രീജിത്ത് പണിക്കർ, ഒപ്പം തന്നെ കുഞ്ചു മുരളി, ഇരുവർക്കും നന്ദി. അടുത്ത ദിവസം മറ്റൊരു മണ്ഡലവുമായി. നമസ്കാരം.